നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് ഇത്. നന്നായി കുതിർന്നു വന്ന കടലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറുവപ്പട്ടയുടെ ഇലയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 4-5 വിസിൽ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ കുക്കറിലേക്ക് തന്നെ ഒരു വലിയ സവാളയും 2 തക്കാളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും വറ്റൽമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ആ മിക്സ് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് വെക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ജീരകം പൊട്ടിച്ചെടുത്തു. പിന്നെ കുറച്ച് കസൂരിമേത്തി ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നമ്മൾ അരച്ച പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. തിളച്ച് വന്ന ശേഷം നമ്മുടെ കടലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് തവി കൊണ്ട് ആ കടലയെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഒന്ന് വിതറി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കങ്ങ് അടച്ചു വെച്ചാൽ മതി. പിന്നെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയിലേക്ക് നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കുന്നില്ല. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.